ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് സുപ്രീം കോടതിയുടെ കനത്ത പ്രഹരം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. കോട്ടിട്ടിട്ടും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല എന്ന വാർത്തകൾ പുറത്തുവരുന്നു. പശ്ചിമ ബംഗാൾ SAR പ്രക്രിയയിൽ ഒരു തടസ്സം പോലും ഉണ്ടാക്കാൻ മമതയെ അനുവദിക്കില്ല എന്ന കർശന മുന്നറിയിപ്പാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നൽകിയിരിക്കുന്നത്. ഉത്തരവ് പശ്ചിമ ബംഗാളിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് എന്നും അദ്ദേഹം അറിയിച്ചു. പ്രക്രിയയിൽ മെച്ചപ്പെടുത്തലുകൾ ആവശ്യം വരുമ്പോൾ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് ഇവിടെ അറിയിക്കുകയും ചെയ്തു. പല രീതിയിൽ മമതയുടെ കള്ളത്തരങ്ങൾ അവിടെ പൊളിയാതിരിക്കാൻ വലിയ രീതിയിൽ അല്ലെങ്കിൽ ആരും ഇടങ്കോൾ ഇട്ടുകൊണ്ട് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തെങ്കിൽ പോലും കുരുക്ക് കൂടുതൽ മുറുകുകയാണ് ചെയ്തിരിക്കുന്നത്. അനധികൃതമായി തന്നെ ഇന്ത്യയിലേക്ക് കടന്ന് നുഴഞ്ഞുകയറ്റക്കാരെ പോലും മമത പാർപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും അവരെ സംരക്ഷിക്കാനുള്ള രീതിയിൽ തന്നെ SARനെ തടയിടാൻ പല രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെയും ഭാരതത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പോലും രംഗത്ത് വന്നിരുന്നു. അതേസമയം ഇപ്പോൾ ജസ്റ്റിസുമാരായ ജ്യോതില്യ അതുപോലെ തന്നെ NV അഞ്ജരി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇപ്പോൾ ഈ പ്രക്രിയ കൂടുതലായി തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 5-നകം തന്നെ ഉദ്യോഗസ്ഥരുടെ പട്ടിക സമർപ്പിച്ചിരിക്കും എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ തീരുമാനമെടുക്കുമെന്നതായിരുന്നു അറിയിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പേരുകൾ നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കലും സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മുതിർന്ന അഭിഭാഷകൻ അവിടെ എടുത്തു പറയുകയും അല്ലെങ്കിൽ വാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി തന്നെ അവിടെ 8500 ഉദ്യോഗസ്ഥരുടെ പട്ടിക ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നും അത് അംഗീകരിക്കണമെന്നും മുതിർന്ന അഭിഭാഷകൻ ഇവിടെ കോടതിയെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ബംഗാളിലെ SARനെതിരായ ഹർജിയിൽ അഭിഭാഷക കുപ്പായം അണിഞ്ഞുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ മമത നേരിട്ടെത്തി വാദം അല്ലെങ്കിൽ താൻ വാദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ടെത്തുകയും ചെയ്തത്. തനിക്ക് വാദിക്കാൻ 10 മിനിറ്റ് സമയം വേണമെന്ന് പോലും മമത ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ച് ആകട്ടെ മമതയുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തതാണ്. പാർട്ടിക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ വാദിക്കുന്നത് എന്നതായിരുന്നു മമത അവകാശപ്പെട്ടതും. വോട്ടർമാരുടെ പ്രയാസങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു മമത ചില വാദങ്ങൾ ഉന്നയിച്ചത്. 4.5 പതിറ്റാണ്ടിന് ശേഷം അഭിഭാഷക കുപ്പായം അണിഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലെത്തിയ മമതാ ബാനർജി ആകട്ടെ SARൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചത് അതിരൂക്ഷമായ വിമർശനങ്ങളാണ്. എന്നാൽ ഇതാദ്യമായാണ് സംസ്ഥാനത്തിന്റെ കേസ് വാദിക്കാൻ ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവിടെ കോടതിയിലേക്ക് എത്തുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമായിരുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന് മുന്നിലായിരുന്നു മമതാ ബാനർജി അവിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തന്നെ വാദങ്ങൾ ഉന്നയിച്ചത്. 5 മിനിറ്റ് വാദങ്ങൾ കേൾക്കാനായി തന്നെ ആവശ്യപ്പെട്ട് മമത 15 മിനിറ്റാണ് ബെഞ്ചിന് മുന്നിൽ അവിടെ വാദിച്ചത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ച് ബംഗാളിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങളാണ് നിലനിൽക്കുന്നതെന്നും നടപടിയിലെ വലിയ രീതിയിൽ സുതാര്യതയില്ലാതെ തന്നെ അത് പലതവണ കമ്മീഷന് കത്ത് നൽകി അല്ലെങ്കിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് കത്ത് നൽകിയതായി മമതയുടെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ മമതയ്ക്ക് കൂടുതൽ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിധി സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.